കുറച്ച് ഇലകൾ പറിക്കാൻ പോയാലോ? കുറേ ആയി എണ്ണയെല്ലാം കാച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണ കാച്ചുന്നതാണ്. ഇപ്പോൾ കുറേ ആയിട്ട് എണ്ണ കാച്ചുന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൊപ്രയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എണ്ണ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ ചെടികളെല്ലാം വലിക്കാൻ പോണ നേരത്ത് മഴയില്ല. എത്ര നേരം നല്ല മഴയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഞാനും കുട്ടികളും കൂടി ഇതേ തൊട്ടടുത്ത് വീട്ടിൽ കുറച്ച് ചെമ്പരത്തിയും അതുപോലത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വലിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളിവിടെ എണ്ണ കാച്ചുമ്പോൾ ചെമ്പരത്തിൻ്റെ പൂവാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും നല്ലത് പൂവാണ്. അതുപോലെ തന്നെ മൊട്ട് ഇലകളും ഇടാം, പക്ഷേ ഏറ്റവും പൂവ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതേ കുറേ പൂക്കളും അതുപോലെ തന്നെ കുറേ ഇലകളും മൊട്ടും ഒക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മളതെല്ലാം വലിച്ചിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇതേ ഒരു വീട്ടിൽ നിറയെ ചാമ്പങ്ങ നിൽക്കുന്നുണ്ട്. ഈ വീട്ടിൽ ആളില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ട് ഈ ചാമ്പങ്ങ പറിക്കാറുണ്ട്. മോള് പറഞ്ഞു ഇത് വേണം പറഞ്ഞിട്ട് ഒരേ വാശിയും. അപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തും അതിൻ്റെ അപ്പുറത്തും നിറയെ നിൽക്കുന്നുണ്ട്. വലുതായി നിൽക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ ആളും ഇല്ല, നിറയെ വീണ് കിടക്കുന്നുണ്ട്. മോൾക്ക് വേണം പറഞ്ഞു ഒരേ വാശി. നിറയെ റോട്ടിലും ഒക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെയോ വേണം പറഞ്ഞു അതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറി. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരു 3-4 പറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ വലിയ മധുരമൊന്നുമില്ല. മധുരവുമില്ല പുളിയും ഇല്ലാത്തൊരു ടൈപ്പായിരുന്നു. പിന്നെ ഇത് കുറച്ച് കറിവേപ്പില വേണം. അപ്പോൾ ഇത് നമ്മുടെ തൊട്ട് നൈബറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കുറച്ച് കറിവേപ്പിലയും പൊടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ മൈലാഞ്ചി വേണം. അപ്പോൾ മൈലാഞ്ചി വലിക്കാൻ വേണ്ടി പോയപ്പോൾ അതിലേക്ക് നിറയെ വള്ളികളും അതുപോലെ തന്നെ ഇതിൽ ഒരു തുപ്പലുണ്ട് കേട്ടോ. തുപ്പൽ പറയുമ്പോൾ ഇതിൽ ഞങ്ങൾ പറയുന്നത് കൂമൻ തുപ്പി എന്നാണ് പറയുന്നത്. നിറയെ തുപ്പലുണ്ടാവും. പിന്നെ അത് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞുണ്ണി നിറച്ച് വിടുന്നത് നല്ലതാണ്. ഇത് വന്നിട്ട് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാനൊന്നും അറിയില്ല. ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിറയെ കഞ്ഞുണ്ണിയെല്ലാം വലിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നിറയെ ഉണ്ട് കഞ്ഞുണ്ണി. അപ്പോൾ ഇത്രയാണ് ഞാൻ കഞ്ഞുണ്ണി പൊട്ടിച്ചത്. പിന്നെ നമുക്ക് കുറച്ച് തുളസി വേണം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾക്ക് കരിന്തുളസിയാണ് നല്ലത്. പക്ഷേ കരിന്തുളസി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊന്നും അതില്ല. അപ്പോൾ ഒരു 2-3 തണ്ട് ഈ തുളസി പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ 2 പനിക്കൂർക്കയും തുളസി ഇടുന്നത് നമ്മൾ കുട്ടികൾക്ക് ജലദോഷമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇടുന്നത്. അങ്ങനെ ഇത്രയും സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ടൊക്കെ അരയ്ക്കണം. അപ്പോൾ ഇതിന് എണ്ണ കാച്ചുന്ന വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റ ബൈ ബൈ, സീ യു.